ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴിയെടുത്തു. 2025 നടന്ന അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ച വിശദമായി ചോദിച്ചു SIT. മരാമത്ത് പണികളെക്കുറിച്ച് അറിയിക്കാതിരുന്നതിൽ ഗൂഢാലോചനയുണ്ട് എന്ന നിഗമനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. മുന്നംഗം അജികുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മൊഴി രേഖപ്പെടുത്തൽ നടന്നിരുന്നു. എപ്പോഴാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത്? എന്തായിരുന്നു SITയുടെ പ്രധാനപ്പെട്ട നീക്കം? മാധു, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഒടുവിൽ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. നേരത്തെ തന്നെ ഉണ്ടെങ്കിലും അവർക്കുമേൽ അന്വേഷണ സ്വഭാവത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ഈ 2025 ദ്വാരപാലക പാളികളിലെ അറ്റകുറ്റപ്പണിക്കായി ആ പാളികൾ അഴിച്ചു മാറ്റിയത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് SIT ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 2025 സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിനെയും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും 2025 എന്ത് കാര്യത്തിനാണ് ഈ ദ്വാരപാലക പാളികൾ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത്, അത് ആര് പറഞ്ഞിട്ടാണ്, അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് വിശദമായി ചോദിച്ചറിഞ്ഞത്. ഒരു പക്ഷേ ഇനി വീണ്ടും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇരുവരെയും വിളിക്കാനുള്ള സാധ്യതയാണ് SIT നൽകുന്നത്. കാരണം ഈ പ്രധാനമായും ഈ 2025 ഈ നടപടിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഇടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം SITയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് 2025 ദ്വാരപാലക പാളികൾ അഴിക്കുമ്പോൾ അത് മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ അറിയിക്കാതിരുന്നത് ഒരു വീഴ്ചയല്ല, അതല്ലെങ്കിൽ ഒരു അശ്രദ്ധ കൊണ്ടല്ല, അത് ബോധപൂർവമാണ്. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് SIT കണ്ടെത്തിയത്. കാരണം മരാമത്ത് ചീഫ് എഞ്ചിനീയറെ ഈ കാര്യം അറിയിച്ചാൽ സ്വാഭാവികമായും ആ കാര്യം മരാമത്ത് വിഭാഗം അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും അതുവഴി ഹൈക്കോടതിയും ഈ നീക്കം അറിയുകയും ചെയ്യും. അപ്പോൾ പൂർണ്ണമായും മരാമത്തിന്റെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെ കണ്ണ് കെട്ടി വേണം ഈ ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ടു പോകാൻ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ എന്നുള്ള ഒരു നിർബന്ധം ഈ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് SIT എത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത മാതൃഭൂമി ന്യൂസാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും ചോദ്യം ചെയ്യുമെന്നും മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ PS പ്രശാന്തിനെയും ഒപ്പം തന്നെ അജികുമാറിനെയും ചോദ്യം ചെയ്തു എന്നുള്ള വിശദാംശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനിയും അവരുടെ പേരിൽ അവരെ ചോദ്യം ചെയ്യും, ഇവരുടെ മൊഴി പരിശോധിക്കും. ആ മൊഴിയിൽ കൂടുതൽ വൈരുദ്ധ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളും ലഭിച്ചാൽ 2025 നടപടി സംബന്ധിച്ച് ഒരു പ്രത്യേക കേസ് എടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിനും സാധ്യതയുണ്ടെന്നാണ് SITയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നേരത്തെ തന്നെ ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞതാണ്. 2019 നടന്നത് സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ 2025 നടന്നത് ആ കൊള്ള മറയ്ക്കാനുള്ള നീക്കമാണ് എന്നായിരുന്നു. മാത്രമല്ല 2025 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ എന്തൊക്കെ നടപടികൾ ദേവസ്വം ബോർഡ് തലത്തിൽ എന്തൊക്കെ എഴുത്തുകുത്തുകൾ നടന്നോ അതേ എഴുത്തുകുത്തുകളും അതിന്റെ രീതികളും 2024 നടന്നിരുന്നു. പക്ഷേ ആ 2024 ഈ ബോർഡ് തന്നെ അനുമതി നൽകി ഈ പാളികൾ കൊണ്ടുപോകാൻ, എന്നിട്ടും ആ പാളികൾ എടുത്തില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തിയത് അതൊരു റിഹേഴ്സലായിരുന്നു. അത് ഈ കാര്യങ്ങളെല്ലാം ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാനുള്ള റിഹേഴ്സലായിരുന്നു എന്ന് നേരത്തെ തന്നെ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2024 2025 നടന്നത് വീണ്ടും സ്വർണ്ണക്കൊള്ള നടത്താനുള്ള നീക്കമായിരുന്നു, അതോ ആദ്യത്തെ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള നീക്കമായിരുന്നു? അതിലാണ് ഇപ്പോൾ